പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ISP, അന്നത്തെ ഒരു ഘടകകക്ഷിയാണ്, PR കുറുപ്പിന്റെയും മറ്റും നേതൃത്വത്തിലുള്ള ISP, PK കുഞ്ഞിനെ മന്ത്രിയാക്കാൻ വേണ്ടി അന്ന് ധനമന്ത്രിയായിരുന്ന NK ശേഷനോട് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടുന്നു. അത് വലിയ തർക്ക വിഷയമാകുന്നു. ആ പാർട്ടി പിളരും എന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അപ്പോ അച്യുതമേനോൻ എന്ത് ചെയ്തു? കരുണാകരനൊക്കെ അന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാലമാണ്. അദ്ദേഹത്തോടൊക്കെ ചോദിച്ചിട്ട് അച്യുതമേനോൻ നേരെ ഗവർണറെ പോയി കാണുന്നു. നിയമസഭ പിരിച്ചുവിടാനുള്ള ശുപാർശ സമർപ്പിക്കുന്നു. അപ്പോൾ നിയമസഭയിൽ അച്യുതമേനോൻ സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ആവശ്യപ്പെട്ടാൽ, നിയമസഭ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടാൽ ഗവർണർ അനുസരിച്ചേ പറ്റൂ, അങ്ങനെ ചെയ്തേ പറ്റൂ. അങ്ങനെ നിയമസഭ പിരിച്ചുവിടുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വരുന്നു. അന്ന് പിന്നീട് കോൺഗ്രസ് ഒക്കെ ആ മന്ത്രിസഭയിൽ അംഗമായി. അതൊരു നല്ല ഗവൺമെന്റ് ആയിരുന്നു. ഈ 2 ടേമിലും അച്യുതമേനോൻ നല്ല ഒന്നാന്തരം വളരെ സമർത്ഥനായ, കേരളത്തിന്റെ ചരിത്രത്തിലെ നിർണായക സംഭാവനകൾ നൽകിയ ഒരു ഗവൺമെന്റ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ 2ാമത്തെ ടേമിലും ഭൂമി സമരം, NGO സമരം, വൈദ്യുതി ജീവനക്കാരുടെ അട്ടിമറി സമരം, 16,000 തൊഴിലാളികളെ ജീവനക്കാരാണ് വൈദ്യുതി ബോർഡ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്, അല്ലെങ്കിൽ പണിമുടക്കിയത്. NGO സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ടൊരു ബന്ദ് നടത്തി CPM, 2 പേര് മരിച്ചു. അങ്ങനെ ഭരിക്കാൻ സമ്മതിച്ചിട്ടല്ല ഈ 2 ടേമില്. ആ ഗവൺമെന്റിന്റെ അവദാനങ്ങൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് CPI തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലില് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ അതിനാണ് യൂട്യൂബ് ചാനല് തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാല്, അതിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് കണ്ടിരുന്ന് കാണാം.